പ്രിയപ്പെട്ടവരെ, യാസറാണ് പൂക്കോട്ടുംപാടം. ഈ വീഡിയോ കണ്ടങ്ങൾ, അതായത് നിലവിളക്ക് കൊളുത്തുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊളുത്താതെ അപ്പുറത്തേക്ക് മാറ്റി KM ഷാജി കൊളുത്തി. തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴും കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാറി നിന്നിട്ട് മറ്റ് BJP നേതൃത്വത്തിൽപ്പെട്ട ആൾക്ക് കൊടുക്കുന്ന ഈ ഒരു വീഡിയോ, അതുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. ഇത് എനിക്ക് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങളും കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം വിശ്വാസപരമായ ചില കാര്യങ്ങളെ ഉണർത്തി പറഞ്ഞുകൊണ്ട് ആശയപരമായിട്ട് ഈ വീഡിയോ അവസാനിക്കും. ഈ വീഡിയോയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇതിലെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടാകണം അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. എന്നാൽ KM ഷാജിക്ക് അത്തരത്തിലുള്ള ഒരറിവോ, ഇനിയിപ്പോൾ അറിവുണ്ടെങ്കിൽ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ അത് അത്തരം കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു മാറ്റിവെക്കലോ ആയിരിക്കും നിലവിളക്ക് കൊളുത്തിയത് എന്നുമുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് വിശ്വാസം തിരഞ്ഞെടുക്കണം, ഏതിൽ നിന്നൊക്കെ ഏതൊക്കെ ഉൾക്കൊള്ളണം, ഏതൊക്കെ ഉൾക്കൊള്ളണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഇതിലെ ചില വിശ്വാസപരമായ കാര്യങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് കൃത്യമായി നിലവിളക്ക് കൊളുത്തുന്നതിലെ വിശ്വാസപരമായ കാര്യങ്ങളെ അറിയുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് വളരെ വ്യക്തമായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ കേരളീയ സംസ്കാരത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് നിലവിളക്ക് എന്നുള്ളത്. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ ആത്മീയ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, 5 തിരികൾ ഏതൊക്കെ ദേവന്മാരെയാണ് സൂചിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാം വിശ്വാസപ്രകാരം ഇത് അനുവദനീയമല്ല എന്ന് പറയുന്നത്? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം നിലവിളക്ക് വെറുമൊരു വെളിച്ചമല്ല, അത് ഐശ്വര്യത്തിന്റെയും ത്രിമൂർത്തി ത്രിദേവിമാരുടെയും പ്രതീകമാണ്. വിളക്കിന്റെ അടിഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ അടിഭാഗം വരുന്നത് ബ്രഹ്മാവിനെയും, തണ്ട് ഭാഗം വരുന്നത് വിഷ്ണുവിനെയും, മുകൾ ഭാഗം ശിവനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതിലെ തിരുനാളം ലക്ഷ്മി ദേവിയും, പ്രകാശം സരസ്വതിയും, താപം പാർവതിയുമാണ് എന്നാണ് സങ്കല്പം. അതിന്റെ വിശ്വാസ സങ്കല്പം അങ്ങനെയാണ്. പൊതുവെ ഉദ്ഘാടനങ്ങൾക്കും വീടുകളിൽ നമ്മൾ 5 തിരികളിട്ട ഭദ്രദീപം കൊളുത്താറുണ്ട്. 5 തിരികളായിരിക്കും അത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 5 തിരികൾ പരമശിവന്റെ 5 മുഖങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കിഴക്കോട്ട് വരുന്ന ഭാഗം സദ്യോജാതം, തെക്കോട്ട് അഘോരം, പടിഞ്ഞാറോട്ട് വാമദേവം, വടക്കോട്ട് വരുന്നത് തത്പുരുഷം, വടക്ക് കിഴക്കോട്ട് ഈശാനം എന്ന് പറയുന്ന ഈ പഞ്ചമുഖങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെല്ലാം നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവരുടെ ഹൈന്ദവ പണ്ഡിതന്മാരോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചോദിച്ചു. മാത്രവുമല്ല, ഇത് പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ വിശ്വാസം. ഇനി ഞാൻ ഇസ്ലാമിലേക്ക് വരാം. ഇസ്ലാം വിശ്വാസപ്രകാരം നിലവിളക്ക് കൊളുത്തുന്നതും അതിനു മുന്നിൽ പ്രാർത്ഥിക്കുന്നതും പൂർണ്ണമായും വിലക്കപ്പെട്ട കാര്യമാണ്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം. പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിളക്കിന് ദിവ്യത്വം കൽപ്പിക്കുന്നതും അതിനെ ദൈവത്തിന്റെ രൂപമായി കാണുന്നതും ഇസ്ലാമിക വിശ്വാസപ്രകാരം ഷിർക്ക് അഥവാ വലിയ പാപമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേതായി, മറ്റ് മതസ്ഥരുടെ പ്രത്യേക ആചാരങ്ങളെ അനുകരിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയം അല്ല. കേരളത്തിൽ ഇതൊരു സാംസ്കാരിക ചടങ്ങായി പലരും കാണാറുണ്ടെങ്കിലും മതപരമായ അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകാറുണ്ട്. ഓരോ വിശ്വാസത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വിശ്വാസത്തിനും അതിൻ്റെതായ ആചാരങ്ങളും അതിരുകളുമുണ്ട്. പരസ്പരം ആചാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ രണ്ടും വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ, ഈ നിലവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളും അതിൻ്റെ വാക്കുകളും
പിന്നെ തുടങ്ങി പലതും നമുക്ക് സമൂഹത്തിൽ പറയാനുണ്ട്. പക്ഷെ സമയക്കുറവ് കൊണ്ട് വളരെ ചുരുക്കി ഞാനിപ്പോ ഈ പറഞ്ഞത് ഹൈന്ദവ വിശ്വാസ പ്രകാരം കൃത്യമായി അതിനെ അറിയുന്ന ഹൈന്ദവ പണ്ഡിതന്മാർക്കും മറ്റു സന്യാസി സഹോദരങ്ങൾക്കും ഒക്കെ ഇതിന്റെ ഗൗരവം വളരെയധികം മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ കേവലം ഒരു വെളിച്ചല്ല, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസപരമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ആ വിശ്വാസം അവിടെ നിലനിൽക്കുമ്പോൾ ഇസ്ലാമികപരമായ വിശ്വാസം ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇത് കേവലം ആശയപരമാണ്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി ആ വിശ്വാസപരമായ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാകുന്ന ആളുകൾക്ക് അതിന്റെ വേർതിരിവ് മനസ്സിലാകും. അതിവിടെ ഉണർത്തി എന്ന് മാത്രം, അതിലെ വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം നിർത്തുന്നു. നന്ദി.